നമുക്കിന്ന് 1 കിലോ കടല വെച്ചിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് കടല 1 കിലോ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് കഴുകി കുക്കറിലിട്ട് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഒരു സവാള, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരു 4-5 വിസിൽ വരെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില, വറ്റൽമുളക്, ഒരു 2 വലിയ സവാള കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കടലയ്ക്ക് ഉപ്പിട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അവസാനം ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1.5 സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു 2 പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയും ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഉടഞ്ഞു വരുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്നും കുറച്ച് കടല എടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി മസാലയും നമ്മൾ ചേർത്ത് കൊടുത്ത കടല പേസ്റ്റും എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോട് കൂടിയിട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 2 കുക്കറിലായിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കുക്കറിലെ കടലയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടല വേവിച്ച വെള്ളമല്ലാതെ കുറച്ചും കൂടെ വെള്ളം ആവശ്യമെങ്കിൽ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടോ അല്ലാതെയോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിന് തിളച്ച് നന്നായിട്ട് വരുന്ന സമയത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് എല്ലാം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല ലൂസായിട്ട് ഇരിക്കുന്നെങ്കിലും ഇത് തണുത്തതിന് ശേഷം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് കടലക്കറി റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.